ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കനകക്കുന്നിൽ അവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുമല്ലേ, അപ്പം അത് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ എന്തോ ഒരു മൂഡ് ഓഫ് ആണെന്ന്, അതൊന്നും പോകാനായിട്ടൊരു മൂഡില്ല. അപ്പം മോൾക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മോളുടെയും ചെറിയമോൻ്റെയും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി. ഇന്നെന്തോ ആകെ ഒരു മൂഡ് ഓഫാണ്. എന്നാലും പോയിട്ട് വരാം. എൻ്റെ വിച്ചുട്ടന് വയ്യാത്തോണ്ടാണെന്ന് അറിയത്തില്ല, എനിക്കൊരു മൂഡ് ഓഫ്. ഞാൻ എന്നാലും പറഞ്ഞ് എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ചിലപ്പോൾ എൻ്റെ കൂടെ കൂട്ടിന് വരുമായിരിക്കാം. ചെറുമോനെ ഇവിടെ ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി. എന്താണെന്ന് അറിയത്തില്ല, മനസ്സൊരു വല്ലാത്തൊരു വിഷമമാണോ എന്തോ എനിക്കറിയില്ല. എന്തായാലും പോയിട്ട് വരാം കേട്ടോ. അവിടുത്തെ വീഡിയോസൊക്കെ ചെറിയ രീതിയിൽ എടുക്കാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മളവിടെ കനകക്കുന്നിലെത്തി. അവിടെ ലൈറ്റൊന്നും അപ്പോൾ ഓണാക്കിയിട്ടില്ല. നമ്മളൊരു 5:15 അവിടെ എത്തിയായിരുന്നേ. 6 മണിയൊക്കെ ലൈറ്റ് ഓണാവത്തുള്ളൂ. പിന്നെ അവിടെ കൗണ്ടറിൽ 50 രൂപയായിരുന്നു ടിക്കറ്റ്. അപ്പം നമുക്ക് 3 ടിക്കറ്റൊക്കെ എടുത്തു. കുഞ്ഞാവനെയും കൊണ്ട് നമ്മൾ അകത്ത് കയറാൻ പോവുകയാണ്. ഇതൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്ത് അവിടെ വച്ചിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞ ശേഷം ഓണാക്കത്തുള്ളൂ. അപ്പം നല്ല വെട്ടമായിരിക്കും, ഭംഗിയായിട്ട് നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയേ. അവിടെ എന്താ സംഭവിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ചെറിയമോൻ വന്നതിന് ശേഷം ചുമ്മാ കറങ്ങാൻ, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് കനകക്കുന്ന് മ്യൂസിയം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര അടുത്തായിരുന്നാലും നമുക്ക് എത്ര പ്രാവശ്യം പോയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെറുക്കുട്ടനുമായിട്ട് നടക്കുമായിരുന്നു, മക്കൾ ഫ്രണ്ടിൽ നടന്നു. അപ്പോൾ അവിടെ ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അങ്ങനെ ചെറുക്കുട്ടനും അമ്മയൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അമ്മയുടെ മോൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് അമ്മയുടെ മോൻ വന്നു കേട്ടോ. അപ്പം അമ്മയ്ക്ക് കുറച്ച് ഹാപ്പിയായി. എന്നാലും എന്തോ ഒരു മൂഡ് ഓഫ്. മോനൂട്ടനാണെങ്കിലും അമ്മയ്ക്ക് സന്തോഷമാവുമെന്ന് കരുതി പെട്ടെന്ന് സർപ്രൈസായിട്ട് ഇറങ്ങി വന്നതാണ്. എനിക്ക് എൻ്റെ മൈൻഡ് മൂഡ് ഓഫ് എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് അവിടെ പോയ ശേഷം ലാസ്റ്റാണ് മനസ്സിലായ എന്തായിരിക്കും. നമുക്കൊരു വിഷമം എന്തെങ്കിലും വരും മുന്നേ നമുക്കറിയാൻ പറ്റുമെന്ന് പറയത്തില്ലേ, അതുപോലെ എന്തോ സംഭവമായിരുന്നു കേട്ടോ. കാണിച്ചു തരാം. പാമ്പിൻ്റെ സ്ട്രക്ചർ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്തൊക്കെയാണ് പോയത്. ഒരുപാടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ കരുതി. അത് കഴിഞ്ഞ് പോകുമ്പോൾ ഫിലിമിൻ്റെ പോസ്റ്ററൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പം മക്കൾ കുറേ 11 എന്തൊക്കെ മേടിച്ചു, മോഹൻലാലിൻ്റെ. അങ്ങനെയൊക്കെ ഞാൻ കുഞ്ഞിനെയൊക്കെ എൻ്റെ റൂമിൽ മൊത്തം ഇങ്ങനെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വയ്ക്കുമായിരുന്നു. ആ ഓർമ്മകളാണ് എനിക്ക് പെട്ടെന്ന് വന്നത്. ഗ്ലാസ് പെയിൻറ്റിങ്, മിറർ വർക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇത് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം കിണറ്റിൽ വെള്ളം മോശമാവും. ഈ ഒരു സാധനമാണ് കാരണം നമുക്ക് അറിയില്ലല്ലോ. ഇത് മണ്ണിനടി കിടക്കില്ലേ, കിണറ്റിൽ വെള്ളം മോശമാവും. പിന്നെയോ ഇത് ഒഴുകി തോട്ടിലെത്തും. ഇയാളെ മിണ്ടരുത്. തോട്ടിലെത്തും. തോട്ടിൽ ചെന്ന് നോക്കി തോട്ടി കാണൂല, മിണ്ടരുത്. പുഴയിലെത്തും അല്ലേ, പുഴയിൽ ചെന്ന് നോക്കി അവിടെ കാണൂല, മിണ്ടരുത്. അപ്പൊ കടലിൽ ചെന്ന് അവിടെ കിടന്ന വർഷങ്ങളോട്ട് ഇത് പൊടിയാവൂലേ, മനസ്സിലായോ? പൊടിയായി കഴിഞ്ഞാൽ ഇത് വലിയ മീനുകൾ അല്ലേ, വലിച്ചെറിയരുത് അല്ലേ. പിന്നെ എന്ത് ചെയ്യും? ഹരിത കർമ്മസേന പച്ച യൂണിഫോം ഇട്ട ചേച്ചിമാര് വരില്ലേ, അവർക്ക് കൊടുക്കണം. വലിച്ചെറിയരുത് എന്ന് വെച്ചാൽ ചൂട് കൂടുതലുള്ള വാതകങ്ങൾ മുകളിലേക്ക് പോകും. അപ്പൊ ഭാരം കുറഞ്ഞു അല്ലേ, ചൂട് കുറഞ്ഞ് താഴേക്ക്. ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റ് ഒന്നും വലിച്ചെറിയാൻ പാടില്ല, അങ്ങനത്തെ കൊച്ചുകുട്ടികൾക്ക് അവയർനെസ് ക്ലാസ് പോലെ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഈ മങ്കി സംസാരിക്കണ കണ്ടിട്ടുണ്ടല്ലോ, എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. എനിക്ക് മക്കൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ് കുറേ നേരം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ട് നിന്ന് ഞാനും ചെറുക്കുട്ടനും. അത് കഴിഞ്ഞ് നേരെ ഇവർ ചായയൊക്കെ മേടിച്ചു. പറഞ്ഞപ്പോൾ നോക്കാണ് ഇപ്പോൾ പുറത്ത് തന്നെ ഭയങ്കര സന്തോഷം. എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഹായ് പറഞ്ഞേ. മോൻ വാങ്ങിയ പോസ്റ്ററൊക്കെ ഒന്നുകൂടി നോക്കുമായിരുന്നു, എന്നിട്ട് അതിനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു.
ഉണ്ട് ഇതുപോലെയല്ല, ചെറിയ വേറൊരു പോസ്റ്റർ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം അങ്ങനത്തെ പല പല നടന്മാരെയൊക്കെ ഫോട്ടോസ് നാനയിൽ വരുന്നതും അല്ലാതെ വാങ്ങുന്നതൊക്കെ കൂടിയാണ് ഞാൻ എടുത്ത് റൂമിലൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നത്. ഇത്രയാണേലും എനിക്ക് ഈ മങ്കിയൊക്കെ സംസാരിക്കുന്നതേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരുന്നു. അവിടെ തന്നെ കുറേ സമയം നിന്നു, എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത് എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വരാനേ തോന്നുന്നില്ല. കുട്ടിത്തുള്ള മനസ്സായതുകൊണ്ടാവാം ഇതിൻ്റെ അടുത്തൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം. പിന്നെ 6 മണിയായിട്ടുണ്ട്, അവിടെ ലൈറ്റൊക്കെ ഓൺ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും നമുക്ക് പോവാനേ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്നാ, ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇനി ചുറ്റിക്കറങ്ങി 1 മണിക്കൂറോളമൊക്കെ അവിടെ കറങ്ങി നിൽക്കാമല്ലോ, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ അങ്ങ് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞാണ് ചെടികളുടെ കുറച്ച് ചെടികൾ അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവർ ഷോ നടക്കുന്ന അകത്തോട്ട് കയറണമായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിൽ വെച്ച് ഉച്ചയ്ക്കൊക്കെ മഴയുണ്ടായിരുന്നു. പിന്നെ അങ്ങ് നല്ല വെട്ടമൊക്കെ ആയി. അപ്പം മോള് പറഞ്ഞ് നമുക്ക് പോവണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു 3-ാം തീയതി വരെ അല്ലേ ഉള്ളൂ, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് അടുത്താണല്ലോ, പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ പോയപ്പം പണി പാളി. ക്ലൈമറ്റൊക്കെ വീണ്ടും നല്ല ചേഞ്ചായിട്ട് നല്ല ഇരുട്ടി മഴയൊക്കെ ചെറുതായിട്ട് തൂറ്റി തുടങ്ങി. പിന്നെ എന്താ ചെയ്യുക, നമ്മളെയൊക്കെ അങ്ങ് അറ്റം എത്താനും പറ്റുന്നില്ല. അങ്ങനെ പെട്ടുപോയി ഗെയ്സ്. അങ്ങനെ ആ വീഡിയോസ് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. കനകക്കുന്ന് കാണാൻ പോയ നമ്മളെ മഴ ചതിച്ചു ഗെയ്സ്. അപ്പം നമ്മൾ നേരെ സൂപ്പ് കുടിക്കാനായിട്ട് ഹൈലാൻഡിൽ പോയി. അങ്ങനെ മക്കൾ സൂപ്പൊക്കെ കുടിച്ചു. ഞാൻ ചെറിയവാവേനെ വെച്ച്, ചെറിയവാവ നല്ല സപ്പോർട്ടായിരുന്നു, മഴയൊന്നും പ്രശ്നമല്ലായിരുന്നു. അവൻ നല്ല സേഫായിട്ട് കുടയുടെ അകത്തിരുന്നു, കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമാധാനമായിരുന്നു. മോനൂട്ടം കരഞ്ഞെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സൂപ്പ് കഴിഞ്ഞിട്ട് ഇവരെന്തൊക്കെയോ ഓർഡർ, നാനും അൽഫാമൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ ഞാൻ പിന്നെ വീട്ടിൽ വന്നാൽ കഴിച്ചേ. കുറച്ച് ഇവർ അവിടെ വെച്ച് കഴിച്ചിട്ട് ബാക്കി പാർസൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക.